ദുബായ് എന്നത് അറേബ്യൻ ഐക്യനാടുകളിലെ 7 എമിറേറ്റുകളിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരവും എമിറേറ്റുമാണ്. വലിപ്പത്തിൽ അബുദാബിയുടെ തൊട്ടടുത്ത സ്ഥാനം ഉണ്ടെങ്കിലും ചെറിയ സംസ്ഥാനമാണ് ദുബായ്. അറേബ്യൻ ഐക്യനാടുകളിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ദുബായ് എമിറേറ്റ്. ലോകത്തിന്റെ വാണിജ്യ തലസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരവും എമിറേറ്റുമാണ് ദുബായ്. ദുബായ് എമിറേറ്റിന്റെ സാമ്പത്തിക വരുമാനം പ്രധാനമായും വ്യവസായം, ടൂറിസം, ഫൈനും ഫീസും ആണ്. എമിറേറ്റിന്റെ വരുമാനത്തിന്റെ ഏതാണ്ട് 10% താഴെ മാത്രമേ പെട്രോളിയം ശേഖരത്തിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. പേർഷ്യൻ ഉൾക്കടലിന്റെ തെക്ക് കിഴക്കൻ തീരത്താണ് ദുബായ് സ്ഥിതി ചെയ്യുന്നത്. ദുബായും അബുദാബിയും ആണ് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണ സഭയിൽ വീറ്റോ അധികാരമുള്ള 2 സംസ്ഥാനങ്ങൾ. ദുബായ് നഗരം സംസ്ഥാനത്തിന്റെ വടക്കൻ തീരപ്രദേശത്ത് ദുബായ്, ഷാർജ, അജ്മാൻ നഗരപ്രദേശത്തിന്റെ ശീർഷസ്ഥാനത്തായും സ്ഥിതി ചെയ്യുന്നു. കുറച്ചു കാലങ്ങൾ കൊണ്ട് സ്ഥിരമായ വളർച്ചയിലൂടെ ദുബായ് ഇന്നൊരു ലോക നഗരമായും ഗൾഫ് രാജ്യങ്ങളുടെ സാംസ്കാരിക വ്യാവസായിക താവളമായും മാറിക്കഴിഞ്ഞു. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടെ പാർക്കുന്നു. വ്യോമമാർഗമുള്ള ചരക്കു ഗതാഗതത്തിന്റെ പ്രധാന ഇടത്താവളമാണ് ദുബായ്. 1960-കളിൽ ദുബായിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകൾ വ്യാപാരവും എണ്ണ പരിവേഷണ ഗവേഷണത്തിൽ നിന്നുള്ള നികുതിയുമായിരുന്നു. 1966-ൽ എണ്ണപ്പാടങ്ങളുടെ കണ്ടെത്തൽ ദുബായ് നഗരത്തിന്റെ ആദ്യകാല വികസനത്തിന് വഴിയൊരുക്കി. എന്നാൽ എണ്ണശേഖരം വളരെ പരിമിതവും സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ 5% മാത്രമായി പരിമിതമാണ്. പടിഞ്ഞാറൻ ശൈലിയിലുള്ള ദുബായിലെ വ്യാപാരത്തിന്റെ ഊന്നൽ വിനോദം, വ്യവസായം, വ്യോമയാനം, ഭൂവിനിമയം, ധനവിനിമയം എന്നിവയാണ്. അടുത്ത കാലത്തായി ചില അത്യാധുനികവും അനദ്യവുമായ വൻ നിർമ്മിതികൾ കൊണ്ട് ദുബായ് ലോകശ്രദ്ധ പിടിച്ചുപറ്റി. അമ്പരചുംബികളായ ബുർജ് ഖലീഫ പോലുള്ള കെട്ടിടങ്ങളും കടൽ നികത്തി നിർമ്മിച്ച പാം ദ്വീപുകളും വൻ ഹോട്ടലുകളും വലിയ ഷോപ്പിംഗ് മാളുകളും അവയിൽ ഉൾപ്പെടുന്നു. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ തെക്കൻ ഏഷ്യയിൽ നിന്നുള്ള നിർമ്മാണ പ്രവർത്തകരുടെ മേഖലയുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ പേരിലും ദുബായ് നഗരം അറിയപ്പെട്ടു തുടങ്ങി. നല്ല ഈർപ്പവും ചൂടുമുള്ള കാലാവസ്ഥയാണ് ദുബായിൽ കൂടുതലും കണ്ടുവരുന്നത്. മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഉയർന്ന അന്തരീക്ഷോഷ്മാവ് രേഖപ്പെടുത്താറുണ്ട്. ദുബായിൽ രേഖപ്പെടുത്തിയിരുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. നവംബർ മുതൽ ഫെബ്രുവരി വരെ മാസങ്ങളിൽ തണുത്ത കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. പകൽ സമയത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ രീതിയിൽ ഇവിടെ കുറഞ്ഞ മഴയാണ് ലഭിക്കുന്നത്. ഒരു വർഷത്തിൽ ശരാശരി 150 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിക്കാറുള്ളത്. പക്ഷേ ജനുവരി മാസത്തിൽ താരതമ്യേന ശക്തമായ മഴ ലഭിക്കാറുണ്ട്. 2008 ജനുവരിയിൽ 24 മണിക്കൂറിനുള്ളിൽ റെക്കോർഡ് മഴ ലഭിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.